Hi everyone, today we are going to discuss one of the famous novels of William Golding, Lord of the Flies. Let's learn the novel Lord of the Flies in a nutshell. So, welcome to the video. So, the chapter 1, which is entitled as The Sound of the Shell. In the first chapter, we can see there is an entry of blonde boy and his name is Ralph. ഈ നോവൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് റാൽഫ് എന്ന് പറയുന്ന ഒരു ബ്ലോണ്ട് ബോയ് ആണ്. ബ്ലോണ്ട് ബോയ് മീൻസ് ഹി ഹാസ് ബ്ലൂ ഐസ് ആൻഡ് ഹീസ് എ ഫെയർ ബോയ്. വളരെ വെളുത്തിട്ട് അതുപോലെ തന്നെ ബ്ലൂ ഐസ് ഉള്ള ഒരു കുട്ടി, വിച്ച് മീൻസ് ഹീ ഈസ് എ വെസ്റ്റേണർ, ഹീസ് എ യൂറോപ്യൻ. അങ്ങനെയുള്ളൊരു കുട്ടിയാണ് ഈ നോവൽ സ്റ്റാർട്ട് ചെയ്യുമ്പം ഓഥർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ഹിസ് നെയിം ഈസ് റാൽഫ്. ആൻഡ് റാൽഫ് മീറ്റ്സ് എ ഫാറ്റ് ബോയ് വെയർസ് തിക്ക് ഗ്ലാസ്. പിന്നീട് റാൽഫ് എന്ന് പറയുന്ന ക്യാരക്ടർ കാണുന്ന മറ്റൊരു ക്യാരക്ടറാണ്. ആ കുട്ടി ഫാറ്റ് ബോയ് ആണ് ആൻഡ് ഹി വെയർസ് തിക്ക് ഗ്ലാസ്. അത്യാവശ്യം കട്ടിയുള്ള ഒരു കണ്ണട, ഒരു ഗ്ലാസ് ആ കുട്ടി ധരിച്ചിട്ടുണ്ട്. ആൻഡ് ദി ബോയ് സ്ട്രാൻഡഡ് ഓൺ ആൻ അൺഫെമിലിയർ ഐലൻഡ്. പിന്നീട് നമുക്ക് ഈ ഒരു ഓഥർ മനസ്സിലാക്കി തരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ദീസ് ടു ബോയ്സ് ദേ ആർ ആക്ച്വലി ട്രാപ്ഡ് ഇൻ ആൻ ഐലൻഡ്. ഒരു ഐലൻഡിൽ ഇവർ അകപ്പെട്ടിരിക്കുകയാണ്. ആ ഒരു ഐഡിയ ആണ് നമുക്ക് കിട്ടുന്നത്. സോ വി ക്യാൻ സീ ദേ റിയലൈസ് ദ ഫാക്ട് ദാറ്റ് ദർ ആർ നോ ഗ്രോണപ്സ് ഓൺ ദി ഐലൻഡ്. അതായത് ഈ ഐലൻഡിൽ അഡൾട്ട്സ് ആയിട്ട് ആരും തന്നെയില്ല, ഈ കുട്ടികൾ മാത്രമേ ഉള്ളൂ എന്ന് അവർ റിയലൈസ് ചെയ്യാണ്. ദെൻ റാൽഫ് ഫീൽസ് ഹാപ്പി അബൌട്ട് ദിസ് ആൻഡ് ദി ഫാറ്റ് ബോയ് ഈസ് കൺസേൺഡ്. റാൽഫ് എന്ന് പറയുന്ന ക്യാരക്ടർ ഹീസ് വെരി ഹാപ്പി അബൌട്ട് ദിസ്. കാരണം മുതിർന്ന ആരും തന്നെ ഈ ഐലൻഡിൽ ഇല്ല എന്നുള്ളത് ഈ കുട്ടി തിരിച്ചറിയുമ്പോൾ ഹീ ഫീൽസ് വെരി ഹാപ്പി. ബട്ട് അറ്റ് ദ സെയിം ടൈം ദ ഫാറ്റ് ബോയ് ഹു വെയർസ് ഗ്ലാസ്, ആ കുട്ടി ഈ ഒരു ടോപ്പിക്കിൽ അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ വളരെയധികം കൺസേൺഡ് ആണ്. ആൻഡ് ദ ബോയ് സീ എ ബേൺ സ്കാർ ഓൺ ദി ഗ്രൗണ്ട്. ദ ഫാറ്റ് ബോയ് സേസ് ദാറ്റ് ഇറ്റ് വാസ് എ പ്ലെയിൻ ക്രാഷ്. പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ബോയ്സ് അവർ മനസ്സിലാക്കുവാണ് അവരിവിടെ എത്തിപ്പെട്ടിരിക്കുന്നത് ഒരു പ്ലെയിൻ ക്രാഷിലാണ്. സോ ഇറ്റ്സ് ആക്ച്വലി ആൻ ഐഡിയ ടു ദി റീഡേഴ്സ് ഓൾസോ. വായിക്കുന്നവർക്ക് അതൊരു ഐഡിയ കൂടിയാണ്. അതായത് ഈ കുട്ടികൾ ഇവിടെ അകപ്പെട്ടിരിക്കുന്നത് ഇറ്റ് വാസ് ആക്ച്വലി ത്രൂ എ പ്ലെയിൻ ക്രാഷ്, ഒരു പ്ലെയിൻ അപകടത്തിലാണ് അവരിവിടെ എത്തിപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്ക് റീഡേഴ്സിന് മനസ്സിലാക്കി തരുന്നുണ്ട്. Then the fat boy asked the name of blonde boy. He answered Ralph. ഇനി നമുക്ക് കാണാൻ പറ്റുന്നത് there is a conversation between these two characters. So the fat boy he asked the name of blonde boy. അപ്പോൾ ഈ ബ്ലൂ ഐസ് ഉള്ള വളരെ ഫെയർ ആയിട്ടുള്ള ഈ ആൺകുട്ടിയോട് ഫാറ്റ് ബോയ് പേര് ചോദിക്കുന്നുണ്ട്. ആൻഡ് ഹി ആൻസേർഡ് ഹിസ് നെയിം ഇസ് റാൽഫ്. ആൻഡ് ദ ഫാറ്റ് ബോയ് ഇൻട്രൊഡ്യൂസ് ഹിംസെൽഫ് ആൻഡ് ഹി ഡസൻ ലൈക്ക് ദ നെയിം പിഗ്ഗി. അപ്പം ഈ ഫാറ്റ് ബോയ് തിരിച്ച് തൻ്റെ പേര് ആ കുട്ടിയോട് റാൽഫിനോട് പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഹി ആക്ച്വലി റിവീൽസ് ഹിസ് നിക് നെയിം. ആ കുട്ടിയുടെ നിക് നെയിമാണ് റിവീൽ ചെയ്യുന്നത്. ആൻഡ് ഹി സേസ് ദാറ്റ് സ്കൂളിൽ അവനെ പിഗ്ഗി എന്ന് വിളിക്കാറുണ്ട്, പക്ഷേ അവനത് ഇഷ്ടമല്ല എന്ന് അവൻ പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു പേര് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ തന്നെ റാൽഫ് ലാവ്സ് ഹിം ആൻഡ് സ്റ്റാർട്ട്സ് യെല്ലിങ് പിഗ്ഗി. ഇത് കേൾക്കുമ്പോൾ തന്നെ റാൽഫ് ഭയങ്കരമായിട്ട് ഇവനെ കളിയാക്കുന്നുണ്ട്, വളരെ അധികം ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ ദി ഫാക്ട് ഈസ് ദാറ്റ് ദിസ് ഫാറ്റ് ബോയ് കുഡിൻ റിവീൽ ഹിസ് നെയിം. ആ കുട്ടിക്ക് അവൻ്റെ കറക്റ്റ് നെയിം അവിടെ റിവീൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ഫാക്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സോ എവരി വൺ വിൽ കോൾ ഹിം പിഗ്ഗി. സോ റാൽഫ് ചേഞ്ച്ഡ് ഹിസ് ക്ലോത്ത്സ് ആൻഡ് വെൻറ്റ് ഫോർ സ്വിമ്മിങ്. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് അവർ സ്വിമ്മിങ്ങിന് പോവുകയാണ്. റാൽഫ് ഹി ചേഞ്ച്ഡ് ഹിസ് ക്ലോത്ത്സ് ആൻഡ് ഹി കോൾസ് പിഗ്ഗി ടു സ്വിം. അപ്പം പിഗ്ഗി അവൻ വിളിക്കുന്നുണ്ട് കൂടെ സ്വിം ചെയ്യാനായിട്ട്. ആൻഡ് പിഗ്ഗി സേസ് ഹി ഹാസ് ആസ്മ ആൻഡ് നെവർ ലേൺ ടു സ്വിം. അപ്പോൾ പിഗ്ഗി തിരിച്ച് പറയുന്നുണ്ട് ഹീ ഈസ് എൻ ആസ്മ പേഷ്യൻറ്റ്, സോ ഹി കുഡിൻ സ്വിം വെൽ. അവന് നന്നായിട്ട് സ്വിം ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഹി ഡസൻ നോ സ്വിമ്മിങ്, അവൻ അറിയില്ല. സോ ഹി ജസ്റ്റ് സിറ്റ്സ് ഇൻ ദ വാട്ടർ. സോ എഗെയിൻ ദ കോൺവെർസേഷൻ നമുക്ക് കാണാൻ പറ്റുന്നത് അത് വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. സോ റാൽഫ് ഈസ് ഡിസ്ക്രൈബിങ് അബൌട്ട് ഹിസ് ഫാമിലി ആൻഡ് ഹി സേസ് ദാറ്റ് ഹിസ് ഫാദർ ഹീസ് എ നേവൽ ഓഫീസർ ആൻഡ് പിഗ്ഗി സേസ് ഹിസ് പാരൻസ് ആർ ഓൾറെഡി ഡൈഡ് ആൻഡ് ഹി ലിവ്ഡ് വിത്ത് ഹിസ് ഓണ്ട്. അവന് പേരൻസ് ഇല്ല, അവൻ്റെ പേരൻസ് ഓൾറെഡി ഡൈഡ് ആണെന്ന് അവൻ പറയുന്നു. പണ്ടെപ്പോഴോ മരിച്ചു പോയതാണ്. ആൻഡ് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും പിന്നീട് പറയുന്നില്ല. ഹി ജസ്റ്റ് ലിവ്ഡ് വിത്ത് ഹിസ് ഓണ്ട്.
പക്ഷേ റാൽഫിൻ്റെ ഫാദർ എന്ന് പറയുന്നത് ഹീ ഈസ് എ നേവൽ ഓഫീസർ, വിച്ച് മീൻസ് ഹി ബിലോങ്സ് ടു എൻ അപ്പർ ക്ലാസ് ഫാമിലി. സോ പിഗ്ഗി ടോക്സ് അബൌട്ട് പ്ലെയിൻ ക്രാഷ് ആൻഡ് സേസ് നോ വൺ വിൽ കം ആൻഡ് റെസ്ക്യൂ ദം. അപ്പം പിഗ്ഗിക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു, ആ കുട്ടിക്ക് ഒരു കൺസേൺ ഉണ്ട്, അവരിവിടെ അകപ്പെട്ടു പോയി, അപ്പോൾ അവർക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്നുള്ളൊരു ചിന്ത പിഗ്ഗിക്കുണ്ട്. സോ പിഗ്ഗി ടോക്സ് അബൌട്ട് പ്ലെയിൻ ക്രാഷ് ആൻഡ് സേസ് നോ വൺ വിൽ കം ആൻഡ് റെസ്ക്യൂ ദം. അപ്പോൾ പിഗ്ഗിക്ക് പോകണം, ഇവിടെ നിന്ന് ഈ ഐലൻഡിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ളൊരു ചിന്തയുണ്ട്. പക്ഷേ അവൻ പറയുന്നുണ്ട് ഈ ഐലൻഡിലേക്ക് ആർക്കും തന്നെ വരാൻ കഴിയില്ല, ആൻഡ് നോ വൺ വിൽ കം ടു റെസ്ക്യൂ ദം. സോ ദി ഡിസ്കസ്ഡ് അബൌട്ട് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവർ അടുത്ത സ്റ്റെപ്പ് ഇനി എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് ഡിസ്കസ് ചെയ്യണം. സോ ദേ ആർ പ്ലാനിങ് ടു ഫൈൻഡ് അതർ സർവൈവേഴ്സ്. ഇനി ഈ ഐലൻഡിൽ എവിടെയെങ്കിലും മറ്റേതെങ്കിലും സർവൈവേഴ്സ് ഉണ്ടോ, ഇവരെ കൂടാതെ മറ്റാരെങ്കിലും ഈ ഐലൻഡിൽ പെട്ടുപോയിട്ടുണ്ടോ? ബിക്കോസ് ഇവർ ഇവിടെ എത്തിയിരിക്കുന്നത് ഒരു പ്ലെയിൻ ക്രാഷിലാണ്. അപ്പം ഡെഫിനറ്റ്ലി ആരെങ്കിലും ഇവിടെ മറ്റു ഭാഗങ്ങളിൽ ഉണ്ടാവും എന്നുള്ളൊരു ചിന്ത അവരുടെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ട്. സോ റാൽഫ് കെയിം ടു എ കൺക്ലൂഷൻ ദാറ്റ് ദേ ആർ ഓൺ ആൻ ഐലൻഡ്. പിന്നീട് അവർ ഫൈനലൈസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അവർ കൺഫേം ചെയ്യുകയാണ് അവർ യഥാർത്ഥത്തിൽ ഒരു ഐലൻഡിൽ പെട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ദേ ആർ ട്രാപ്ഡ് ഇൻ ആൻ ഐലൻഡ് എന്ന് പറയുന്ന ആ ഒരു ഐഡിയയിലേക്ക് അവർ എത്തുവാണ്. Then Ralph smiles because he thinks he can become the head of the island. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് റാൽഫ് എന്ന് പറയുന്ന ക്യാരക്ടർ ഹി ഈസ് വെരി ഹാപ്പി അബൌട്ട് ദി ഫാക്ട്, ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഐലൻഡിൽ ആരും തന്നെ ഇല്ല. സോ ഹി ഈസ് ആക്ച്വലി തിങ്സ് ദ ഫാക്ടർ ദാറ്റ് ഹി കുഡ് ബിക്കം ദി ഹെഡ് ഓഫ് ദി ഐലൻഡ്. ഈ ഐലൻഡിലെ ഹെഡായിട്ട് റാൽഫിന് മാറാമെന്ന് റാൽഫ് വളരെയധികം ഡ്രീം ചെയ്യുന്നുണ്ട്. ആൻഡ് റാൽഫ് സീസ് എ കോഞ്ച് ഷെൽ. ഓക്കെ, പിന്നീട് റാൽഫ് കാണുന്നത് ഒരു കോഞ്ച് ഷെല്ലാണ്. കോഞ്ച് ഷെൽ എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് നമ്മളൊരു ശംഖ് എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു ഫിഗർ, അതുപോലത്തെ ഒരു മോഡലാണ് ഈ കോഞ്ച് എന്ന് പറയുന്നത്. നമുക്ക് ഉള്ളിലൂടെ ശബ്ദം പുറത്ത് നമ്മൾ ശബ്ദം കൊടുത്തു കഴിഞ്ഞാൽ പുറത്തേക്ക് ശബ്ദം പുറപ്പെടുവിക്കാൻ കഴിയുന്ന ആ ശംഖ്, അതിനെയാണ് നമ്മൾ കോഞ്ച് ഷെൽ എന്ന് പറയുന്നത്. ഇൻ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ഇറ്റ് ഈസ് കോഞ്ച്, ഇൻ അമേരിക്കൻ ഇംഗ്ലീഷ് ഇറ്റ് ഈസ് കോങ്ക്. ഓക്കെ, സോ വി യൂസ് കോഞ്ച്. ഓക്കെ, സോ റാൽഫ് സീസ് കോഞ്ച് ഷെൽ. അപ്പം റാൽഫ് ഒരു കോഞ്ച് ഷെല്ല് കാണുകയാണ്. ആൻഡ് പിഗ്ഗി ടെൽസ് റാൽഫ് ടു ബ്ലോ ഇൻ ടു ഇറ്റ് ടു കോൾ ദി അതർ ബോയ്സ്. അപ്പോൾ പിഗ്ഗിയാണ് റാൽഫിനെ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് ഹൗ ടു ബ്ലോ ത്രൂ ദിസ് പെർട്ടിക്കുലർ കോഞ്ച് ഷെൽ. ഇതിലൂടെ എങ്ങനെയാണ് ശബ്ദം പുറപ്പെടുവിക്കേണ്ടത് എന്ന് പിഗ്ഗി പറഞ്ഞു കൊടുക്കുന്നത് റാൽഫിനാണ്. അപ്പം പിഗ്ഗി ഈസ് ആക്ച്വലി ഹീസ് എ കൈൻഡ് ഓഫ് എ മെച്യൂർഡ് ബോയ്. അത്യാവശ്യം മെച്യൂർഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്ന ഒരു കുട്ടിയായിട്ട് നമുക്ക് പലപ്പോഴും പിഗ്ഗി ഈ നോവൽ കാണിക്കുന്നുണ്ട്. സോ പിഗ്ഗി ഇൻസ്ട്രക്ട്സ് റാൽഫ് ടു പ്രൊഡ്യൂസ് ലൗഡ് നോയ്സ് ത്രൂ കോഞ്ച്. അപ്പം പിഗ്ഗി ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു, റാൽഫ് അതുപോലെ തന്നെ ബ്ലോ ചെയ്യുന്നു, ആൻഡ് ഹി പ്രൊഡ്യൂസ് എ സൗണ്ട് ആൻഡ് ചിൽഡ്രൻ ബിഗിൻസ് ടു അപ്പിയർ. സോ വി ക്യാൻ സീ ദി അതർ ക്യാരക്ടേഴ്സ് സ്ലോലി അപ്പിയേഴ്സ് ഓൺ ദി ഐലൻഡ്. ഇനി നമുക്ക് ഇവിടെ അകപ്പെട്ടിരിക്കുന്ന മറ്റ് ക്യാരക്ടേഴ്സിൻ്റെ എൻട്രിയാണ് കാണിക്കുന്നത്. സോ ആരാണ് ഇനി വരുന്ന ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ, ദി ക്യാരക്ടേഴ്സ് ആർ, ഫസ്റ്റ് വൺ ഈസ് ജോണി. ജോണി ഈസ് അറൗണ്ട് 6 years old. Then 3 other children of same age. Then Eric and Sam, they are twin boys. Then a group of boys dressed in choir robes, which means black gowns, led by a boy named Jack Meridew. So ഇവിടെ വന്നിരിക്കുന്ന ക്യാരക്ടേഴ്സ് ജോണി, പിന്നെ ഏകദേശം അത്തരം പ്രായമുള്ള മറ്റ് 3 കുട്ടികൾ. ദെൻ എറിക് ആൻഡ് സാം, അവർ ട്വിൻസാണ്. ദെൻ പിന്നീട് വന്നിരിക്കുന്ന എന്ന് പറയുന്നത് എ ഗ്രൂപ്പ് ഓഫ് ബോയ്സ്. അവർ ഒരുതരം കൊയർ റോബ്സിലാണ്. കൊയർ റോബ്സ് എന്ന് പറയുന്നത് നമ്മൾ ചേർച്ചിലൊക്കെ നമ്മൾ കൊയറിൽ ഉപയോഗിക്കുന്ന അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ളൊരു ഡ്രസ്സുണ്ട്, അത്തരത്തിലുള്ളൊരു ബ്ലാക്ക് ഗൗൺസാണ് ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ബോയ്സ് ധരിച്ചിരിക്കുന്നത്. ആൻഡ് അവരുടെ ലീഡർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ ഹെഡ് ഓഫ് ദി ബോയ്സ് is Jack Meridew. So that is the introduction of new character. അപ്പം ഇവിടെ പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്ന നെക്സ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ജാക്ക്, ആൻഡ് ഹിസ് ഫുൾ നെയിം ഈസ് ജാക്ക് മെറിഡ്യൂ. ദെൻ ജാക്ക് ടെൽസ് ദം ടു സ്റ്റേ ഇൻ എ ലൈൻ. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ജാക്ക് അവരെ ഭയങ്കരധികം ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ട് അവർ ലൈൻ കീപ്പപ്പ് ചെയ്ത് നിർത്തുന്നുണ്ട്, ഒരു ലൈൻ ഫോം ചെയ്ത്, ലൈക്ക് ഇൻ സ്കൂൾ അസംബ്ലിയിൽ നമ്മൾ എങ്ങനെയാണ് ലൈനിൽ നിൽക്കുന്നത് അതുപോലെ തന്നെ അവരെ ലൈനിൽ നിർത്തുന്നുണ്ട്. സോ എ choir boy named Simon faints. So that is the introduction of next character.
അതിൻ്റെ ഇടയ്ക്ക് വരുന്ന അടുത്ത ക്യാരക്ടറാണ് സിമൺ എന്ന് പറയുന്ന ക്യാരക്ടർ. സിമൺ ഈസ് ആക്ച്വലി എ ബോയ് ഹു ഇൻക്ലൂഡഡ് ഇൻ ദിസ് പെർട്ടിക്കുലർ ഗ്യാങ്. സിമണിൻ്റെ ഒരു പ്രശ്നം, സിമൺ ഇടയ്ക്ക് ഫെയിൻറ്റ് ചെയ്ത് വീഴും, തല കറങ്ങി വീഴുന്നൊരു സ്വഭാവമുണ്ട്. സോ ജാക്ക് ടെൽസ് ദി കോയർ ബോയ്സ് ടു ലിവ് സിമൺ അലോൺ. അപ്പം ജാക്ക് മറ്റ് ബോയ്സിനോട് പറയുന്നുണ്ട് ലീവ് ഹിം അലോൺ, കാരണം അവന് കുറച്ച് സമയം കൊടുക്കും. ബിക്കോസ് വി ഡോണ്ട് നോ എന്തുകൊണ്ടാണ് ആ കുട്ടി അങ്ങനെ ഫെയിൻറ്റ് ചെയ്ത് വീഴുന്നതെന്നുള്ള കാരണം വ്യക്തമല്ല. പക്ഷേ മേ ബി ഹീസ് വീക്ക്, ചിലപ്പം വീക്ക് ആയതുകൊണ്ടാവാം. സോ ജാക്ക് ഓൾസോ റിയലൈസ് ദ ഫാക്ട് ദാറ്റ് ദർ ആർ നോ അതേഴ്സ് ഇൻ ദ ഐലൻഡ്. ഇപ്പം ജാക്കും റിയലൈസ് ചെയ്യുന്നുണ്ട്, ലൈക്ക് റാൽഫ്, ഈ ഐലൻഡിൽ ദർ ആർ നോ അഡൾട്ട്സ്. ഓക്കെ, സോ ജാക്ക് കോൾസ് പിഗി ആസ് ഫാറ്റി. അപ്പം പിഗിയെ കാണുന്ന ആ ഒരു സമയത്ത് തന്നെ ജാക്ക് പിഗിയെ കളിയാക്കി വിളിക്കുന്നുണ്ട് ഫാറ്റി. സോ ദി ബോയ്സ് ലാഫ്ഡ് ആൻഡ് മോക്ക്ഡ് അറ്റ് ഹിം ബിക്കോസ് ഓഫ് ഹിസ് അപ്പിയറൻസ്. അതായത് പിഗി എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ആ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് വളരെയധികം മറ്റുള്ളവരെ തമാശ രൂപത്തിൽ കളിയാക്കാൻ കഴിയുന്ന രീതിയിലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റു കുട്ടികളെല്ലാം പിഗിയെ വളരെയധികം കളിയാക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ എ കോയർ ബോയ് നെയിംഡ് ഹെൻറി സേസ് ഹി വോണ്ട്സ് ടു ഗോ ടു ഹോം. അപ്പം ഇവിടെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും വീടിനെ പറ്റി ചിന്തയുള്ള അത്യാവശ്യം വളരെ കുറച്ച് ക്യാരക്ടേഴ്സ് മാത്രമേ നമുക്ക് ഈ നോവലിലുള്ളൂ. സോ ഹിസ് നെയിം ഈസ് ഹെൻറി. ദ നെക്സ്റ്റ് ക്യാരക്ടർ ഹി ആക്ച്വലി സേസ് ദാറ്റ് ഹി വോണ്ട്സ് ടു ഗോ ടു ഹോം. അവന് വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് ഹെൻറി പറയുന്നുണ്ട്. സോ ജാക്ക് ആർഗ്യൂസ് ഹീ ഈസ് ദ കോയർ ലീഡർ, സോ ഹി വിൽ ബി ദ ഐലൻഡ് ഹെഡ്. ഇപ്പം ജാക്ക് പറയുന്നുണ്ട് ജാക്കാണ് ഈ കോയർ ലീഡർ, ഇപ്പം വന്ന ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ബോയ്സിൻ്റെ ഹെഡ് അവനാണ്. സോ ഹീ വിൽ ബി ദ ഹെഡ് ഓഫ് ദി ഐലൻഡ് എന്ന് ജാക്ക് ആർഗ്യൂ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു റാൽഫ് എന്ന് പറയുന്ന ക്യാരക്ടറിന് ഒരാഗ്രഹമുണ്ട് ഈ ഐലൻഡിലെ ഹെഡ് ആകും എന്നുള്ളത്. അപ്പം നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന രണ്ട് ക്യാരക്ടേഴ്സ്. സോ വി ഹാവ് എ ഹീറോ ആൻഡ് വി ഹാവ് എ വില്ലൻ. അപ്പം ഈ രണ്ട് ക്യാരക്ടേഴ്സ് തമ്മിലുള്ളൊരു ഫൈറ്റും കാര്യങ്ങളൊക്കെ ഇനി വരും ചാപ്റ്റേഴ്സിൽ കാണാം. സോ ദെൻ ദ നെക്സ്റ്റ് ക്യാരക്ടർ റോജർ. He is a choir boy, suggests to vote and their leader can be selected from election. So next character റോജർ ആണ്. അപ്പം റോജർ സേസ് ദാറ്റ് ഇതൊരു കുട്ടികളുടെ ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ പോലും റോജർ പറയുന്നൊരു കാര്യം, നമ്മൾ ഒരാളെ എലക്ഷനിലൂടെയാണ് വോട്ട് ചെയ്ത് നമ്മൾ ഒരു ഹെഡ് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് എന്തുകൊണ്ട് ഇവിടെ ഒരു ഇലക്ഷൻ കണ്ടക്ട് ചെയ്തുകൂടാ എന്നൊരു അഭിപ്രായം റോജർ പറയുന്നുണ്ട്. ആൻഡ് ദേ are going for this election process. So Ralph got the majority and he elected as the head of the boys. അപ്പം ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി റാൽഫ് എന്ന് പറയുന്ന ക്യാരക്ടറിനാണ് മെജോറിറ്റി വോട്ട്സ് കിട്ടുന്നത്. ആൻഡ് നൗ ഹി ഈസ് എ ഹെഡ് ഓഫ് ദി ബോയ്സ്. സോ റാൽഫ് ടെൽസ് ജാക്ക് ദാറ്റ് ദി കോയർ ബിലോങ്സ് ടു ജാക്ക്. അപ്പം റാൽഫ് ഇതിൻ്റെ ഇടയ്ക്ക് അത്യാവശ്യം ഒരു പ്ലേ കളിക്കുന്നുണ്ട്. അതായത് റാൽഫിന് അറിയാം, ബിക്കോസ് ജാക്കിന് ഈ ഒരു പൊസിഷൻ ഇഷ്ടമായിരുന്നു. അപ്പം ജാക്കിനെ സങ്കടപ്പെടുത്തണ്ട എന്നുള്ളൊരു അർത്ഥത്തിൽ റാൽഫ് പറയുന്നുണ്ട് യു ക്യാൻ ബിക്കം ദി ഹെഡ് ഓഫ് ദി കോയർ ബോയ്സ്. അതായത് നിൻ്റെ കൂടെ വന്ന അവരുടെ ഗ്യാങ്ങിൻ്റെ ലീഡർ നിനക്ക് ഇപ്പോഴും അതങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളത് പറയുന്നുണ്ട്. സോ ജാക്ക് സേസ് ഹീ ആൻഡ് ദി കോയർ വിൽ ബി ദ ഹണ്ടേഴ്സ്. അപ്പം ജാക്ക് പറയുന്നത് ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനും എൻ്റെ ഫോളോവേഴ്സും, അതായത് എൻ്റെ കൂടെ വന്ന ബോയ്സ്, കോയർ ബോയ്സ്, അപ്പം ഞാനും അവരും കൂടി ചേർന്ന് ഞങ്ങൾ വി ഫോം എ ഗ്രൂപ്പ് ആൻഡ് വി ക്യാൻ ബി ദ ഹണ്ടേഴ്സ്. കാരണം ഐലൻഡിൽ അവർക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ ഫുഡ് വേണം. സോ അവർ ഹണ്ടേഴ്സ് ആവാമെന്ന് അവർ സ്വയമേ പറയുന്നുണ്ട്. സോ അറ്റ് ഫസ്റ്റ് ഹി വാസ് അപ്സെറ്റ് ആൻഡ് ദെൻ ത്രിൽഡ്. അപ്പം ഈ ഒരു ഇലക്ഷൻ്റെ ടൈമിൽ റാൽഫിന് ഒരു മെജോറിറ്റി കിട്ടിയപ്പം റാൽഫ് ഈസ് ആക്ച്വലി അപ്സെറ്റ് ഡ്യൂറിങ് ദാറ്റ് ടൈം, ബട്ട് ദെൻ ഹി ത്രിൽഡ്. ഓക്കെ, ദ റിമൂവ്സ് ദെയർ കോയർ റോബ്സ്. പിന്നീട് അവരുടെ ക്ലോത്ത്സ് അവർ റിമൂവ് ഒക്കെ ചെയ്യുന്നുണ്ട്, ആ ഒരു ബ്ലാക്ക് ഗൗൺ. ആൻഡ് റാൽഫ് ആൻഡ് ജാക്ക് ഡിസൈഡ്സ് ടു എക്സ്പ്ലോർ ദി ഐലൻഡ് ആൻഡ് പിഗി വോണ്ട്സ് ടു ഫോളോ ദം ബട്ട് റിജക്റ്റഡ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന റാൽഫും ജാക്കും ചേർന്നിട്ട് അവർ ഐലൻഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ആൻഡ് ഹിയർ പിഗി ഓൾസോ വോണ്ട്സ് ടു ഫോളോ ദം. പിഗിക്ക് ഇവരുടെ കൂടെ കൂടണം എന്നുണ്ട്, ഇവരുടെ കൂടെ ഫോളോ ചെയ്ത് ഈ ഐലൻഡ് എക്സ്പ്ലോർ ചെയ്യണം എന്നുണ്ട്. പക്ഷേ ഹീസ് ആക്ച്വലി റിജക്റ്റഡ്. അവനെ കൊണ്ടുപോകാനായിട്ട് അവർ താല്പര്യപ്പെടുന്നില്ല. സോ ദേ സെലക്റ്റഡ് സിമൺ ടു അക്കമ്പനി ദം, ബട്ട് ഇൻസ്റ്റഡ് പിഗിക്ക് പകരം അവർ സെലക്ട് ചെയ്യുന്ന ക്യാരക്ടർ സിമൺ ആണ്. സോ ജാക്ക് ഷോസ് എ നൈഫ് ഇൻ എ ഷീറ്റ് ടു ദം. അപ്പം ജാക്ക് നമ്മൾ ഹണ്ടേഴ്സ് ആണെന്ന് ഓൾറെഡി പറഞ്ഞു, നമ്മൾ ഹണ്ടേഴ്സ് ആവുകയാണെന്ന് ഓൾറെഡി
അവൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഹി ആക്ച്വലി ഷോസ് എ നൈഫ്, അവൻ്റെ കയ്യിലൊരു നൈഫുണ്ട്. അപ്പം നൈഫ് എടുത്ത് മറ്റുള്ളവരെ കാണിക്കുന്നുണ്ട്. ആൻഡ് ജാക്ക് ഓൾവേസ് അവോയ്ഡ് പിഗ്ഗി. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് പിഗ്ഗി എന്ന് പറയുന്ന ക്യാരക്ടറിനെ പലപ്പോഴും പല കാര്യങ്ങൾക്കും ജാക്ക് ഒഴിവാക്കുന്നതായിട്ട്, അവോയ്ഡ് ചെയ്യുന്നതായിട്ട് ഒരു ടെൻഡൻസി ഈ നോവലിലെ ഫേസ്റ്റ് തൊട്ട് ടിൽ ദി എൻഡ് വരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. So then Jack, Ralph, Simon went to explore the island and mountain. അപ്പം ഇവർ 3 ക്യാരക്ടേഴ്സ് കൂടി മൗണ്ടെയിനും ഐലൻഡും ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോയിരിക്കുവാണ്. 3 boys enjoyed a lot by playing, climbed up to the mountain, etc. അപ്പം ഇവർ ഭയങ്കരമായിട്ട് ഇത് എൻജോയ് ചെയ്യുന്നുണ്ട്. അവർ കളിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അവർ മൗണ്ടെയിനിലൊക്കെ ഓടി കയറുന്നുണ്ട്. They actually enjoyed a lot. So they saw a huge rock and they pushed the rock out of the way. പിന്നീട് അവർ പോകുന്ന വഴി അവർ വലിയൊരു ഹ്യൂജ് റോക്ക് കാണുന്നുണ്ട്. അതവർ അവരുടെ വഴിയിൽ നിന്ന് മാറ്റിയൊക്കെ ഇടുന്നുണ്ട്. സോ റിയലൈസിങ് ദാറ്റ് ദേ ആർ സർട്ടൻലി ഓൺ ആൻ ഐലൻഡ്, സോ ദർ ഈസ് നോ ഹ്യൂമൻസ്, വില്ലേജ്, ഹൗസസ്, ടൗൺസ് എക്സെട്ര. അപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള യാതൊരു കാര്യങ്ങളും ഇല്ല എന്നുള്ളത് അവർക്ക് മനസ്സിലായി. സോ ദേ ആർ വെരി ഹാപ്പി ബിക്കോസ് നോ വൺ ഈസ് ദർ ടു കൺട്രോൾ ദം. അപ്പം അവരെ കൺട്രോൾ ചെയ്യാൻ ഇവിടെ ആരുമില്ല എന്നുള്ളൊരു സത്യം അവർ മനസ്സിലാക്കുന്നുണ്ട്. സോ ദർ വെരി ഹാപ്പി. So the boys discovered a small pig tangled up in vines. പിന്നീട് അവർ കാണുന്നത് ഒരു സ്മോൾ പിഗിനെ അവർ കാണുന്നുണ്ട്. ആൻഡ് ജാക്ക് couldn't kill the pig and he promises Ralph that he will kill the pig next time. അപ്പോൾ ജാക്ക് എന്ന് പറയുന്ന ക്യാരക്ടർ ഉടനെ തന്നെ he is the head of the hunters. സോ വേഗം തന്നെ നൈഫ് എടുത്തിട്ട് ആ പിഗിനെ കൊല്ലാൻ വേണ്ടി അവൻ എടുക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ അവനത് മിസ്സാവുന്നുണ്ട്. ബട്ട് ഹി പ്രോമിസ് ടു റാൽഫ് ദാറ്റ് ഹി വിൽ കിൽ ദ പിഗ് നെക്സ്റ്റ് ടൈം. പക്ഷേ അവൻ റാൽഫിനോട് പ്രോമിസ് ചെയ്യുന്നുണ്ട് എങ്ങനെയായിരുന്നാലും ഉടനെ തന്നെ അവൻ ഒരു പിഗിനെ കൊന്നിരിക്കും എന്നുള്ളൊരു കാര്യം അവൻ പ്രോമിസ് ചെയ്യുന്നുണ്ട്. So that's the end of chapter 1. So we are moving to chapter 2, which is entitled as Fire on the Mountain. So the Ralph blows the conch shell in to inform others about what they have discovered. അപ്പം ഈ ചാപ്റ്ററിൽ നമുക്ക് കാണാൻ പറ്റുന്നത് റാൽഫ് എന്ന് പറയുന്ന ക്യാരക്ടർ, ഞാൻ നേരത്തെ പറഞ്ഞു കോഞ്ച് ഷെല്ല്, അതവരുടെ ഇറ്റ് സിംബലൈസസ് പവർ. അപ്പം ആ കോഞ്ച് ഷെല്ല് അവൻ എടുത്തിട്ട് അതിലൂടെ ശബ്ദം പുറപ്പെടുവിച്ചിട്ട് ഹി ആക്ച്വലി ഇൻഫോം അതേഴ്സ് അബൌട്ട് വാട്ട് ദേ ഹാവ് ഡിസ്കവേർഡ്. അവരെന്താണ് ഈ മൗണ്ടെയിനിലും ഐലൻഡിലും കണ്ടതെന്നുള്ള കാഴ്ചകൾ പറയാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവരെ വിളിക്കാൻ വേണ്ടിയിട്ട് ഹി യൂസസ് ദിസ് പെർട്ടിക്കുലർ കോഞ്ച് ഷെൽ. ഈ കോഞ്ച് ഷെല്ലാണ്, ഈ ശംഖാണ് ഉപയോഗിക്കുന്നത്. അപ്പം അതിലൂടെ അവൻ മറ്റുള്ളവരെ ഇൻവൈറ്റ് ചെയ്യാണ്. It's like a meeting, okay? So Ralph tells the boys that they are on an island and no adults. Okay, so then Jack describes that he missed the pig and will catch soon. അപ്പം ജാക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ പറയുന്നുണ്ട് പോകുന്ന വഴി അവനൊരു പിഗിനെ കണ്ടു, ബട്ട് ഹി മിസ് ദ പിഗിനെ കിട്ടിയില്ല. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവൻ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ആൻഡ് റാൽഫ് സജസ്റ്റ് ദേ ഹാവ് ആൻ ഓർഡർ ഫോർ മീറ്റിംഗ്. അപ്പം റാൽഫ് പറയുന്നുണ്ട് നമുക്കൊരു മീറ്റിംഗ് പോലെ ഇനി നമുക്കിത് കൊണ്ടുപോകണം, ആൻഡ് ഇതിനൊരു ഓർഡർ വേണം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. റേസ് ഹാൻഡ്സ് ഇഫ് ദേ വിഷ് ടു സ്പീക്ക് ജസ്റ്റ് ലൈക്ക് ഇൻ ദ സ്കൂൾ. അപ്പം റാൽഫ് സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യം, ഇഫ് എനിബഡി വോണ്ട്സ് ടു ടെൽ സംതിങ്, ആർക്കെങ്കിലും എന്തെങ്കിലും പറയണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് റേസ് യുവർ ഹാൻഡ്സ് ലൈക്ക് വാട്ട് ദേ ഹാവ് ഡൺ ഇൻ ദി സ്കൂളിൽ അവരെങ്ങനെയാണോ കാര്യങ്ങൾ സംസാരിക്കുന്നത്, അപ്പം ഹാൻഡ്സ് റേസ് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ചെയ്യാം. സ്പീക്കർ ഷുഡ് ഹോൾഡ് ദ കോഞ്ച് ഷെൽ വൈൽ സ്പീക്കിംഗ്. അപ്പോൾ ആർക്കാണോ സംസാരിക്കേണ്ടത്, ആർക്കാണോ കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യേണ്ടത്, അയാൾ കയ്യിൽ കോഞ്ച് ഷെല്ല് ഹോൾഡ് ചെയ്തിരിക്കണം. വിച്ച് മീൻസ് ദാറ്റ് ദിസ് കോഞ്ച് ഷെൽ സിംബലൈസസ് പവർ. ആരുടെ കയ്യിലാണോ ഈ കോഞ്ച് ഷെൽ അയാൾക്ക് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ, അല്ലാതെ മീറ്റിങ്ങിൽ എല്ലാവരും കൂടി കിടന്ന് സംസാരിക്കാൻ പാടില്ല. ആരുടെ കയ്യിലാണോ കോഞ്ച് ഷെൽ അയാളായിരിക്കണം ആ മീറ്റിങ്ങിൽ സംസാരിക്കേണ്ടത്. So Ralph says the island is a beautiful one with food and water like stories in books. അപ്പോൾ പറയുന്നുണ്ട് ഇവിടെ നമ്മൾ സ്റ്റോറി ബുക്സിൽ വായിക്കുന്ന പോലെ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഐലൻഡ് ആണെന്ന് പറയുന്നു. ആൻഡ് എ ലിറ്റിൽ ബോയ് വിത്ത് ബർത്ത് മാർക്ക് ഓൺ ഫേസ് ഗ്രാബ്സ് ഫോർ കോഞ്ച്. അപ്പോൾ ഈ ഒരു സമയത്ത് അവിടെ ഒരു ചെറിയ കുട്ടി ഇരിക്കുന്നുണ്ട്. ആ കുട്ടിക്കൊരു ബർത്ത് മാർക്ക് ഉണ്ട്, അതിൻ്റെ ഫേസിൽ ഒരു ചെറിയൊരു ഒരു മറുക് പോലെയുണ്ട്. അപ്പം ആ കുട്ടി ഈ ഒരു കോഞ്ച് ഷെല്ലിന് വേണ്ടിയിട്ട് എന്താ പറയുക, കരയുന്ന പോലെ, അല്ലെങ്കിൽ ആ കുട്ടിക്ക് അത് വേണം എന്നുള്ളൊരു ആ ഒരു ടെൻഡൻസി കാണിക്കുന്നുണ്ട്. വിച്ച് മീൻസ് ഹി ആക്ച്വലി വോണ്ട്സ് ടു സേ സംതിങ്. സോ പിഗി യെൽസ് റാൽഫ് ടു ഹാൻഡ് ഓവർ ദി കോഞ്ച് ടു ദ ലിറ്റിൽ വൺ. അപ്പം പിഗി പറയുന്നുണ്ട് റാൽഫിനോട്
ആ കോൺഷ്യൽ ആ കുട്ടിക്ക് കൊടുക്കും, അതിനെന്തോ സംസാരിക്കാനുണ്ടെന്നുള്ളത്. The little boy says there is a beast which comes and goes in the dark. അപ്പം ഇവിടെയാണ് ഈ ലിറ്റിൽ ബോയ് ഒരു കാര്യം റിവീൽ ചെയ്യുന്നത്. കാരണം ആ കുട്ടി എന്തോ ബീസ്റ്റിനെ കണ്ടു ഈ ഐലൻഡിൽ എന്ന് പറയുന്നുണ്ട്, പക്ഷെ അത് ഡാർക്ക്നെസ്സിലാണ് എന്നുള്ളത് ആ കുട്ടി പറയുന്നുണ്ട്. ആൻഡ് ഹി അഡ്രസ്സസ് ഇറ്റ് ആസ് എ സ്നേക്ക് തിങ് ഫിഗർ ആൻഡ് ഹി ക്രൈസ്. അപ്പോൾ ഈ കുട്ടി പറയുന്നുണ്ട് അതൊരു സ്നേക്കിൻ്റെ ഫിഗറാണ് എന്നൊക്കെ പറഞ്ഞു, വിച്ച് മീൻസ് അതൊരു ഒരു തരത്തിലൊരു ഇമേജ് എന്താണെന്ന് ആ കുട്ടി വ്യക്തമല്ല, പക്ഷേ ആ കുട്ടി പറയുന്നു താൻ ഇങ്ങനത്തെ ഒരു കാര്യം കണ്ടു എന്നുള്ളത്, വിച്ച് ഇറ്റ് ആക്ച്വലി ലുക്സ് ലൈക്ക് എ സ്നേക്ക്. So Ralph grabs the conch and says there is no beast and it's just a nightmare. അപ്പം റാൽഫ് പറയുന്നുണ്ട് നമ്മൾ ഇത്രയും ഇവിടെയൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്താണ്, സോ ദർ ഈസ് നോ ചാൻസ്, ഇവിടെ ഒരു ബീസ്റ്റ് ഉണ്ടാവാനുള്ള യാതൊരു ചാൻസും ഇല്ല എന്നുള്ളത് അവൻ പറയുന്നുണ്ട്. സോ ഇറ്റ് മേ ബി എ നൈറ്റ് മെയർ, ഒരു പക്ഷേ നൈറ്റ് മെയർ ആയിരിക്കാം. സോ റാൽഫ് സേസ് ദേ വിൽ ബി റെസ്ക്യൂഡ് ബൈ ഹിസ് ഫാദർ. അപ്പം റാൽഫിന് ഒരു കാര്യം ഷുവറാണ്, ദേ വിൽ ബി റെസ്ക്യൂഡ് ബൈ ഹിസ് ഫാദർ because his father is a naval officer. I have already mentioned. Okay, so the boys are really happy about the fact. The only way to escape to build a fire. അപ്പം ഇവിടെ ഇവർ പിന്നീട് തീരുമാനിക്കുന്ന ഒരു കാര്യം, ഇവർ ഐലൻഡിൽ പെട്ടിരിക്കുകയാണ്, അപ്പം അവർക്ക് ഒരൊറ്റ വഴിയേ ഉള്ളൂ ഇവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട്. ടു ബിൽഡ് എ ഫയർ ടു സിഗ്നൽ പാസിംഗ് ഷിപ്സ്, അതായത് തീ കൂട്ടുക. അപ്പം ഈ ഫയറിൽ നിന്നുള്ള ആ ഒരു സ്മോക്ക് അത് വരുമ്പോഴേക്കും ഷിപ്സ് അതുവഴി പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ നോട്ടീസ് ചെയ്യും, അങ്ങനെ അവർക്ക് എങ്ങനെയെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്നുള്ളൊരു ചിന്ത, അതാണ് അവർക്ക് ആദ്യം തോന്നുന്ന ഐഡിയ എന്ന് പറയുന്നത്, വിച്ച് മീൻസ് ടു ബിൽഡ് എ ഫയർ. സോ അതേഴ്സ് വെൻ ടു മൗണ്ടെയിൻ, അപ്പോൾ ഇത് മൗണ്ടെയിനിൽ ചെയ്യാം എന്നൊക്കെ അവർ തീരുമാനിക്കുന്നു. ആൻഡ് റാൽഫ് ഹോൾസ് ദി കോഞ്ച് ആൻഡ് കോൾ ദി ബോയ്സ് ബട്ട് നോ വൺ ലിസൺസ്. അപ്പം റാൽഫ് ഈ കോഞ്ചിൽ കൈ പിടിച്ചിട്ട് ബോയ്സിനെ കോൾ ചെയ്യുന്നൊക്കെ ഉണ്ട്, പക്ഷേ ആരും തന്നെ ശ്രദ്ധിക്കുന്നില്ല. കാരണം ഈ സമയത്ത് ഈ ഒരു ഐഡിയ പറഞ്ഞപ്പോൾ തന്നെ കുറച്ച് പേർക്ക് അത് സിഗ്നൽ ഫയർ ചെയ്യണം എന്നുള്ളതുണ്ട്, കുറച്ച് പേർക്ക് ആ ബീസ്റ്റിൻ്റെ ആ ഒരു സംഭവം പറഞ്ഞതിൻ്റെ ആ ഒരു ടെൻഷനുണ്ട്. അപ്പം ആകെ ആ ഒരു മീറ്റിംഗ് ഒരു റെസ്റ്റ്ലെസ് പോലെ ആകെ ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ അതേഴ്സ് ഡ്രാഗ് ലോഗ്സ് ടു ബിൽഡ് ഫയർ. അപ്പം മറ്റുള്ളവർ കുറച്ച് പേര് ഫയർ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ തീ കൂട്ടാൻ വേണ്ടി സിഗ്നൽ ഫയറിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. സോ റാൽഫ് ആൻഡ് ജാക്ക് കൺഫ്യൂസ്ഡ് ഹൗ ടു ലൈറ്റ് ഫയർ. അപ്പം ഇനി അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് റാൽഫും ജാക്കും വളരെ കൺഫ്യൂസ്ഡ് ആണ്, ബിക്കോസ് തീ കൂട്ടാനായിട്ട് അവർക്ക് ഫയർ വേണം. സോ എങ്ങനെ ഇത് സംഭവിക്കും എന്നുള്ളതാണ്. സോ ഈ ഒരു ടൈമിൽ ദേ ആർ സെർച്ചിങ് ഫോർ മാച്ച് ബോക്സ്. അവരൊരു ഐലൻഡിലാണ് പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ അവർ മറന്നു പോവാണ്, ബിക്കോസ് ദേ ആർ വെരി സ്മോൾ ബോയ്സ്, അതായത് ഒരു 12 years ഓൾഡ് വരെയുള്ള കുട്ടികൾ മാത്രമേ ഇവിടെ ഉള്ളൂ. 6 to 12 year old ആയിട്ടുള്ള കുട്ടികൾ മാത്രമേ അത്യാവശ്യം ഈ നോവലിലുള്ളൂ. അപ്പം ഇവർ ആ ഒരു ചൈൽഡിഷ് ബിഹേവിയർ പെട്ടെന്നാണ് അവർ കുട്ടികളാണെന്നുള്ള കാര്യം ഓദർ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്, ബിക്കോസ് ദേ ആർ സെർച്ചിങ് ഫോർ മാച്ച് ബോക്സ്. അവർ മാച്ച് ബോക്സ് നോക്കുകയാണ്, പക്ഷേ മാച്ച് ബോക്സ് അവിടെ ഇല്ല, കാരണം ഐലൻഡിൽ അവരുടെ കയ്യിൽ അതില്ല എന്നുള്ള അവർ പിന്നീട് റിയലൈസ് ചെയ്യുന്നു. സോ ജാക്ക് സജസ്റ്റ് ദേ ക്യാൻ യൂസ് പിഗീസ് ഗ്ലാസസ് ഫോർ മേക്കിംഗ് ഫയർ. അപ്പം ജാക്ക് പെട്ടെന്ന് പറയുന്നുണ്ട് നമുക്ക് പിഗിയുടെ ആ ഒരു തിക്ക് ഗ്ലാസ്, അവൻ്റെ ആ ഒരു സ്പെക്സ് നമുക്ക് യൂസ് ചെയ്യാം ഫയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ജാക്ക് ഗ്രാബ്സ് ഹിസ് ഗ്ലാസസ് ആൻഡ് പിഗി എൽസ് ഇറ്റ് ജാക്ക്. അപ്പം ജാക്ക് അതിന് അനുവാദമൊന്നും ചോദിക്കുന്നില്ല, പിഗിയുടെ ഫേസിൽ നിന്ന് പെട്ടെന്ന് തന്നെ ആ ഒരു ഗ്ലാസ് ഗ്രാബ് ചെയ്തെടുക്കുന്നത് കാണുന്നുണ്ട്. സോ വിച്ച് ഷോസ് ദാറ്റ് പിഗിയോട് ജാക്കിനെ വളരെയധികം മോശമായിട്ടാണ് ജാക്ക് ബിഹേവ് ചെയ്യുന്നത്. ജാക്കിന് പിഗി എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഒട്ടും ഇഷ്ടമല്ല. മേ ബി ബിക്കോസ് ഓഫ് ഹിസ് ഫിസിക്കൽ അപ്പിയറൻസ്, അല്ലെങ്കിൽ അവനൊരു വീക്കാണ്, അല്ലെങ്കിൽ അവനൊരു പേഷ്യൻ്റ് ആണെന്നൊക്കെ ചിലപ്പം തോന്നിയിട്ടായിരിക്കാം, അറിയില്ല. പക്ഷേ എന്തുകൊണ്ടോ ഈ നോവലിൻ്റെ ഫേസ്റ്റ് തൊട്ടിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ജാക്കും അതുപോലെ തന്നെ പിഗിയും ദേ ആർ നോട്ട് ഇൻ എ ഗുഡ് കണ്ടീഷൻ, അല്ലെങ്കിൽ അവരൊരു നല്ലൊരു ഫ്രണ്ട് സർക്കിളിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ആൻഡ് റാൽഫ് സേസ് ഓൾവേസ് കീപ് ദ ഫയർ ഫോർ സിഗ്നൽ ബട്ട് പിഗി സേസ് ഇറ്റ്സ് ഇമ്പോസിബിൾ. അപ്പം റാൽഫ് പറയുന്നുണ്ട് നമ്മളിത് സ്ഥിരം ഇങ്ങനെ ഫയർ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം, സിഗ്നൽ ഫയർ, അല്ലെങ്കിൽ മാത്രമേ അതുവഴി പോകുന്ന ഷിപ്സ് നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുള്ളൂ. അപ്പം പക്ഷേ പിഗി പറയുന്നുണ്ട് ത്രൂ ഔട്ട് നമ്മളിങ്ങനെ ഫയർ നമ്മൾ മൗണ്ടെയിനിൽ അല്ലെങ്കിൽ ഈ ഐലൻഡിൽ ഫയർ ചെയ്യുക, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തീ കായുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല, ഇറ്റ് ഈസ് സംതിങ് ഇമ്പോസിബിൾ എന്ന് പിഗി പറയുന്നുണ്ട്. ആൻഡ് സിമൺ ടെൽസ് ദാറ്റ് നോ ഫയർ വിത്തൗട്ട് പിഗീസ് ഗ്ലാസസ്. പക്ഷേ ഈ ഒരു സമയത്ത് സിമൺ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം,
നമുക്ക് ഫയർ അല്ലെങ്കിൽ തീ കൂട്ടാൻ വേണ്ടി വേറെ യാതൊരു ഉള്ളൊരു വഴിയുമില്ല. നമുക്ക് ആകെയുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നത് പിഗിയുടെ ഗ്ലാസസ് മാത്രമാണ്. അത് സിമൺ അവരെ മറ്റു ക്യാരക്ടേഴ്സിനെ ഓർമ്മിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ പിഗി വോണ്ട്സ് ടു സേ സംതിങ് ആൻഡ് ഹി ഹോൾഡ്സ് ദ കോഞ്ച്. അപ്പോൾ ഈ ഒരു ടൈമിൽ പിഗിക്ക് എന്തൊക്കെയോ സംസാരിക്കാനുണ്ട്, പക്ഷേ ആ കോഞ്ച് ഷെല്ല് കയ്യിൽ പിടിക്കുന്നുണ്ട് സംസാരിക്കാൻ, പക്ഷേ എന്തുകൊണ്ടോ പറ്റുന്നില്ല. ആൻഡ് ജാക്ക് സേസ് ഇറ്റ്സ് ഓൺലി ഫോർ മീറ്റിംഗ് പേർപ്പസ്. അപ്പം ജാക്ക് പറയുന്നുണ്ട് ആവശ്യമില്ലാതെ കോഞ്ച് ഷെല്ല് കയ്യിൽ ഹോൾഡ് ചെയ്യേണ്ട, അത് മീറ്റിങ്ങിനുള്ളതാണ്, മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു, നമ്മളിങ്ങനെ തീരുമാനങ്ങളൊക്കെ എടുത്തു, ഇനി നിനക്ക് എന്താ സംസാരിക്കാൻ എന്നുള്ള രീതിയിലാണ് ജാക്ക് പിഗിയോട് ബിഹേവ് ചെയ്യുന്നത്. And Ralph with Conch decides that a group of boys should be gathered as in charge of lighting signal fire. അപ്പം റാൽഫ് എന്ന് പറയുന്ന ക്യാരക്ടർ ഹീസ് എ ഹെഡ് ഓഫ് ദി ബോയ്സ്. അപ്പം റാൽഫ് എടുക്കുന്ന ഒരു തീരുമാനം എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് ബോയ്സ് ഷുഡ് ബി ഗ്യാതേർഡ് ആസ് ഇൻ ചാർജ് ഓഫ് ലൈറ്റിംഗ് സിഗ്നൽ ഫയർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ബോയ്സിനെ സെലക്ട് ചെയ്ത് വെക്കുക എന്നുള്ളത് അവൻ പറയുന്നുണ്ട്. ആൻഡ് പിഗി ആർഗ്യൂസ് ദാറ്റ് ഓൾ റൂൾസ് ആർ ഈക്വൽ ടു എവ്രി വൺ. അപ്പോൾ പിഗി പറയുന്നുണ്ട് ഇവിടെ ഈ ജോലി ചെയ്യാൻ പറ്റില്ല, ആ ജോലി ചെയ്യാൻ പറ്റില്ല, അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം എവ്രി വൺ ഈസ് ഈക്വൽ, എല്ലാവരും ഒന്നുപോലെ തന്നെയാണെന്ന് പിഗി ആർഗ്യൂ ചെയ്യുന്നുണ്ട്. ദ ബോയ്സ് സെറ്റ്സ് ഐലൻഡ് ഓൺ ഫയർ. പക്ഷേ ഈ സമയത്ത് ഇവരുടെ ഒരു കോൺവെർസേഷൻ നിൽക്കുന്ന സമയത്ത് മറ്റു പല ബോയ്സ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരത് ഫയർ ചെയ്തിട്ട് ആ ഒരു ഐലൻഡിൻ്റെ വലിയൊരു പോർഷൻ തന്നെ ബേൺ ചെയ്ത് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. സോ ദ ബോയ്സ് സെറ്റ്സ് ഐലൻഡ് ഓൺ ഫയർ. സോ പിഗി റിയലൈസസ് ദാറ്റ് ഇഫ് ദ ഹോൾ ഐലൻഡ് ബേൺസ് ദർ വിൽ ബി നോ ഫുഡ്. അപ്പം പിഗി വീണ്ടും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്, ഈവൻ ദോ ഹീസ് വീക്ക്. അപ്പം പിഗി റിയലൈസ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഐലൻഡ് മുഴുവനും ബേൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഫുഡും വാട്ടറും അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊന്നും കിട്ടില്ല, അതെല്ലാം നശിഞ്ഞു പോകും. അപ്പം അവനത് റിയലൈസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഹി നോട്ടീസസ് ദി ചൈൽഡ് വിത്ത് ബർത്ത് മാർക്ക് ഈസ് മിസ്സിങ് ഫ്രം ദി ഗ്രൂപ്പ്. പിന്നീട് അവൻ നോട്ടീസ് ചെയ്യുന്ന കാര്യം, ഈ ഐലൻഡ് ബേൺ ചെയ്ത സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ബോയ് ഉണ്ടായിരുന്നു വിത്ത് ഹിസ് ബർത്ത് മാർക്ക് ഓൺ ഫേസ്, ആ കുട്ടി ആ ഗ്രൂപ്പിൽ കാണുന്നില്ല. അത് പിഗി ശ്രദ്ധിക്കുന്നുണ്ട്. ആൻഡ് ദേ ലോസ്റ്റ് ഹിം ഓൺ ഫയർ. അതിൻ്റെ അർത്ഥം ഈ കുട്ടികളെല്ലാവരും ചേർന്ന് ആ ഒരു തീയിട്ടപ്പോൾ അതിൻ്റെ ഇടയിൽ ആ കുട്ടി കില്ല് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ ആ കുട്ടി മരിച്ചു എന്നുള്ളതാണ് പിന്നീട് നമുക്ക് ഓതർ റിവീൽ ചെയ്യുന്ന ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത്. സോ ദേ ലോസ്റ്റ് ഹിം ഓൺ ഫയർ. സോ അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് പറഞ്ഞാൽ അതായത് വളരെ ചൈൽഡിഷ് ആയിട്ടുള്ള ബിഹേവിയറാണ് കുട്ടികളുടെ. കാരണം അവർ ദേ ആർ വെരി ടെൻഡർ, അല്ലെങ്കിൽ അവർ വളരെയധികം മൈൽഡായിട്ടുള്ള ബിഹേവിയറാണ് അവർ ചെയ്യുന്നത്. അല്ലെങ്കിൽ അവർക്കൊരു അഡൾട്ട്സിനെ പോലെ തീരുമാനങ്ങൾ എടുക്കാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും അവർക്ക് പറ്റുന്നില്ല. സോ ദാറ്റ് ഇസ് ദി എൻഡ് ഓഫ് ചാപ്റ്റർ 2.